ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പയറില കൊണ്ടുള്ള തോരനാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. പയറിൻ്റെ അധികം മൂക്കാത്ത ഇലയാണ് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇല വലിച്ചതിന് ശേഷം രണ്ട് ഭാഗവും നന്നായിട്ട് കഴുകണം, കാരണം മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മളത് മുറിക്കുന്ന സമയത്ത് വളരെ പൊടിയായി തന്നെ, എന്തുകൊണ്ടല്ലേ, വളരെ പൊടിയായി, എത്രത്തോളം പൊടിയായി മുറിക്കാൻ പറ്റുമോ അത്രയും പൊടിയാക്കി മുറിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തോരൻ. അപ്പോൾ വളരെ ചെറുതായി മുറിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ വെള്ളത്തിലിട്ട് കഴുകുക, മണ്ണെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവട്ടെ എന്ന് വെച്ചിട്ടാണ്. കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ഇതേപോലെ ഓട്ടയുള്ളൊരു പാത്രത്തിൽ ഇത് വാരി വയ്ക്കുക, അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് തോരനിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം. സവാള വേണം, അതുപോലെ തന്നെ വറ്റൽമുളക് വേണം, തേങ്ങ വേണം, പച്ചമുളക് വേണം. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുള്ള പയറിലയാണ്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നീളത്തിൽ അരിയുക, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ വെള്ളമൊക്കെ വാർക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ പയറില ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പയറിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറില ഇട്ട് കൊടുത്ത ശേഷം ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒട്ടും വെള്ളം ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. താഴത്തെ മേലെയും മേലത്തെ താഴെയും വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തും നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു തവണ ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അധിക സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ഇത് അടച്ച് വയ്ക്കുക. ഇതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറില തോരനാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്